സർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമോ? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഏത് ക്വസ്റ്റ്യൻ വരെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 50ാമത്തെ ക്വസ്റ്റ്യനിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിരുന്നത്. അതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വിഭക്തി പോലെയുള്ള പഠിക്കാൻ വേണ്ടിയിട്ട് തന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്നും വിശ്വസിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, 51ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 51 എടുക്കണേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 51 ഇതാണ്. കല ജീവിതം തന്നെ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? VC ശ്രീജൻ, കുട്ടിക്കൃഷ്ണ മാരാർ, സുകുമാർ അഴീക്കോട്, S ഗുപ്തൻ നായർ. ഈ കൃതി നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് നമ്മുടെ കല ജീവിതം തന്നെ എന്നത്. കുട്ടിക്കൃഷ്ണ മാരാരുടെ കൃതിയാണ് കല ജീവിതം തന്നെ എന്നത്. നിങ്ങൾ ഈ നോവലുകൾ, ചെറുകഥ, കവിത ഇതൊക്കെ നോക്കുന്നതിനോടൊപ്പം തന്നെ നിരൂപണങ്ങൾ, വിമർശനങ്ങൾ ഇതും കൂടൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് എക്സാം കുറച്ചും കൂടെ എളുപ്പത്തിലാകുന്നതായിരിക്കും. ഓക്കെ, ആൻസർ കാണിക്കാമോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിദ്യയെ എന്ന പദം ഏത് വിഭക്തിക്ക് ഉദാഹരണം ആണ്? സംബന്ധിക, പ്രതിഗ്രാഹിക, സംയോജിക, നിർദ്ദേശിക. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് വിഭക്തി എന്നുള്ളത്. ആ സമയത്ത് 7 വിഭക്തികളെ കുറിച്ചിട്ടും അതിൻ്റെ പ്രത്യയങ്ങളെ കുറിച്ചിട്ടും ഉദാഹരണത്തെക്കുറിച്ചിട്ടും നമ്മൾ ദീർഘമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞോ, നിങ്ങൾ തന്നെ പറഞ്ഞോ, ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ്? ആൻസർ നിങ്ങൾ ഓക്കെ, ഞാൻ ചോദിക്കുന്ന സമയത്ത് ആൻസർ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടാലും മതി. ഓക്കെ, പ്രതിഗ്രാഹിക വിഭക്തിക്ക് ഉദാഹരണമാണ് വിദ്യയെ. വിദ്യ അധികം എ ആണ് വിദ്യയെ എന്ന് സൂചിപ്പിക്കുന്നത്, അല്ലെ? എ എന്ന് പറയുന്ന വിഭക്തി പ്രതിഗ്രാഹികയ്ക്ക് ഉദാഹരണമാണ്, ഇല്ലേ? എ എന്ന് പറയുന്ന പ്രത്യയം പ്രതിഗ്രാഹിക വിഭക്തിക്ക് ഉദാഹരണമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? EM ഫോസ്റ്റർ, ആഷർ, റിച്ചാർഡ് കോളിൻസ്, കാർഡ്വെൽ. ഇതെന്ന് പറയുന്നത് നമ്മുടെ മലയാള സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അല്ല എങ്കിൽ പോലും ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഈ ഒരു കൃതിയുടെ രചയിതാവ് എന്ന് പറയുന്നത് EM ഫോസ്റ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ ഒരു കൃതിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വന്നത് എന്ന് ചോദിച്ചാൽ, ഇതൊരു ഇംഗ്ലീഷ് ഭാഷാ നോവൽ ആണ്. അതായത് ഇതിനെ നമുക്ക് നോവൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇംഗ്ലീഷ് ഭാഷാ നോവലാണ് ഈ പറയുന്ന കൃതി എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 7 ഘടകങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ആ 7 ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇവയാണ്. അതായത് കഥ, കഥാപാത്രങ്ങൾ, ഇതിവൃത്തം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണേ. ഈ നോവല് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവയാണ്: കഥ, കഥാപാത്രങ്ങൾ, ഇതിവൃത്തം, ഫാന്റസി, പ്രവചനം, പാറ്റേൺ, താളം. ഈ
7 ആസ്പെക്ട്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഈ നോവലിന് ഇത്തരത്തിൽ ഒരു പേര് വന്നത്. ഇത് ഇംഗ്ലീഷ് ഭാഷയെ അടിസ്ഥാനമാക്കി രചിച്ചിട്ടുള്ളതും ആണ്. ഓക്കെ, ഹലോ, ക്ലിയർ ആണോ? ഓക്കെ, ആൻസർ കീ കാണിച്ചോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത 54. തദ്ധിതത്തിന് ഉദാഹരണമായ പദം ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ തദ്ധിതം എന്നത് കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തദ്ധിതത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് തദ്ധിതം എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യുമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ തന്നെ പറയാം. നാമങ്ങളിൽ നിന്നോ ഭേദകങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമശബ്ദത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തദ്ധിതം എന്ന് പറയുന്നത്. ചില സമയത്ത് ഇതേ ശബ്ദങ്ങളെ നമ്മൾ എന്തെന്നും പറയാറുണ്ട്? കൃത്ത് എന്നും പറയാറുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് തദ്ധിതത്തിന് ഉദാഹരണമായ പദം ഏത്? എന്നിട്ട് താഴോട്ട് തന്നിട്ടുണ്ട് വെണ്മ, പറയുന്നു, നല്ലത്, നനയുക. ഇല്ലേ? ഈ 7 ഉദാഹരണങ്ങളാണ് നമുക്ക് താഴോട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഏതാണ്? നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഉദാഹരണത്തിനകത്ത് വന്നേക്കുന്നത് വെണ്മയാണ്. എന്തുകൊണ്ടാണ് വെണ്മ എന്ന് പറയുന്നത് തദ്ധിതത്തിന് ഉദാഹരണമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. ഇത് ഏത് ഉപവിഭാഗത്തിലാണ് പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാവോ? ഈ വെണ്മ എന്ന് പറയുന്ന പദം ഏത് ഉദാഹരണത്തിലാണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. തദ്ധിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് വ്യാകരണം അറിയാവുന്ന ആൾക്കാർ തദ്ധിതപരമായിട്ട് വൈയാകരണൻ എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉപവിഭാഗമായ തന്മാത്രാ തദ്ധിതത്തിലാണ് ഈ ഒരു വെണ്മ എന്ന് പറയുന്ന പദം വരുന്നത്. ഇവിടെ നിന്ന് പറയുന്നത് മാ എന്ന് പറയുന്ന പ്രത്യയം, അതായത് വെണ്മ എന്നതിൽ ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് എന്തിനുദാഹരണമായിട്ട് വരുന്നത്? തന്മാത്രാ തദ്ധിതത്തിന് അഥവാ തദ്ധിതത്തിന് ഉദാഹരണമായിട്ട് ഈ പറയുന്ന വെണ്മ എന്ന പദം വരുന്നത്. ഇതേപോലെ തന്നെ പുതുമ, തിന്മ, അതേപോലെ തന്നെ മധുരിമ, ഇതൊക്കെ തന്മാത്രാ തദ്ധിതത്തിന് ഉദാഹരണമാണ്. തന്മാത്രാ തദ്ധിതത്തെ കുറിച്ച് കൂടുതൽ പറയുന്നത് നമ്മുടെ AR രാജരാജവർമ്മയുടെ കേരള പാണ്ഡ്യത്തിലൊക്കെയാണ് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ഘോഷി എന്നറിയപ്പെടുന്ന അക്ഷരം ഏതാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് ചർച്ച ചെയ്ത ഒരു ടോപ്പിക്കാണ്, കറക്റ്റായിട്ട് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ മലയാള അക്ഷരങ്ങളെ ഉച്ചാരണത്തിനനുസരിച്ച് എങ്ങനെ തിരിക്കുന്നെന്നും ആ ഉച്ചാരണ പ്രകാരം കണ്ഡ്യം, താലവ്യം, മൂർധന്യം, വത്സ്യം, ദന്ത്യം, ഓഷ്ട്യം എന്നൊക്കെ പറഞ്ഞ് തിരിക്കുന്നുണ്ടെന്നും അതിൽ വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തന്നേക്കുന്ന ക്വസ്റ്റ്യനകത്ത് നിങ്ങളത് കാണാതെ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ണു അടച്ചുകൊണ്ട് ആൻസർ പറയാവുന്നതാണ്. ആൻസർ ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, ഇത്രയും ടൈം മതിയല്ലോ. ഏതക്ഷരമാണ് വരുന്നത്? ഘോഷി വിഭാഗത്തിൽ പെടുന്നത് ഹ എന്ന അക്ഷരമാണ്. ച എന്ന അക്ഷരം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? താലവ്യം. ഓക്കെ. ഖ എന്ന അക്ഷരമോ? കണ്ഡ്യം. ഓക്കെ, കാണ്ഡ്യമല്ല, ഖണ്ഡ്യം. കണ്ടത്തിൽ വെച്ച് അഥവാ തൊണ്ടയിൽ വെച്ച് ഉച്ചരിക്കുന്നതാണ് ഖണ്ഡി ശബ്ദങ്ങൾ. അതേപോലെ തന്നെ കായോ, വെറും കാ? ഗരം ആണോ? കായും ഖണ്ഡി വിഭാഗത്തിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
താഴെ പറയുന്നവയിൽ മേയനാമത്തിന് ഉദാഹരണമായിട്ടുള്ള പദം ഏതാണ്? താഴെ കുറേ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ മേയനാമത്തിന് ഉദാഹരണമായിട്ടുള്ള പദം ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നാമം എന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെയാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. ഈ നാമത്തെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും 4ആയിട്ട് തിരിക്കുന്നുണ്ട്. അതായത് ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം, സർവനാമം. ഇങ്ങനെ നാമത്തിനെ പ്രധാനമായിട്ടും 4ആയിട്ട് തിരിക്കുന്നുണ്ട്. പിന്നെയും ഇതിൻ്റെ താഴെ ഉദാഹരണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് ഏതിൻ്റെ ഉപവിഭാഗത്തിലാണ് വരുന്നത്? ദ്രവ്യനാമത്തിന് വീണ്ടും 4 ഉപവിഭാഗങ്ങളുണ്ട്. ആ 4 ഉപവിഭാഗങ്ങളാണ് സംജ്ഞാനാമം, മേയനാമം, സാമാന്യനാമം, സമൂഹനാമം. ഇല്ലേ? ഈ പറയുന്ന ദ്രവ്യനാമത്തിൻ്റെ ഉദാഹരണമായ ഏത് നാമത്തിൽ? മേയനാമത്തിൽ വരുന്നത്. അതായത് മേയനാമത്തിന് ഉദാഹരണമായ പദം ഏത്? മഞ്ഞ്, ശകുന്തള, കേരളം, മനുഷ്യൻ. അതിനു മുമ്പ് മഞ്ഞ് എന്തുകൊണ്ടാണ്? അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തത്. അതായത് ഒരു വ്യക്തിയായിട്ടോ ഒരു ജാതിയായിട്ടോ ഒരു സമൂഹമായിട്ടോ ഒന്നും തിരിക്കാൻ വേണ്ടിയിട്ട് കഴിയാത്തവയാണ് നമ്മൾ മേയനാമം എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് വെയില്, മഴ, ഇരുട്ട്, അതേപോലെ ഈ പറയുന്ന മഞ്ഞ്. നിങ്ങൾക്ക് ഈ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും ഈ 4 നാമങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ ഉപവിഭാഗങ്ങളെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള അറിവ് ഇല്ലാത്തവരുണ്ടോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ആ 4ഉം അതിന്റെ ഉപവിഭാഗങ്ങളും വെറുതെ ഒന്ന് പറഞ്ഞു പോകാം. പിന്നീട് എപ്പോഴെങ്കിലും ഈ റെക്കോർഡഡ് ക്ലാസ് കേൾക്കുമ്പോൾ എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞു. ചിലത് പാടാണ്. ഓക്കെ, പറഞ്ഞു തരാം. റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. ഇല്ലേ? വ്യാകരണത്തിൽ പ്രധാനമായിട്ടും നമ്മൾ എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. അതിപ്പോൾ സ്ഥലത്തിൻ്റെ പേരാവാം, വ്യക്തിയുടെ പേരാവാം, വസ്തുക്കളുടെ പേരാവാം. പിന്നെ ഈ നാമങ്ങളെ പ്രധാനമായിട്ടും 4ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് ഈ പറയുന്ന ദ്രവ്യനാമം. ദ്രവ്യനാമം എന്ന് പറയുന്നത് ഏതെങ്കിലും ദ്രവ്യം എന്ന് പറഞ്ഞാൽ വസ്തുക്കളാണ്. ആ വസ്തുക്കളുടെ പേരായ ശബ്ദത്തിനാണ്. അതെ, മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ അവിടെ. ഓക്കെ, ഏതെങ്കിലും ദ്രവ്യങ്ങളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ പേരായ ശബ്ദത്തിനാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പറയുന്നത് പോലെ ദ്രവ്യനാമം എന്ന് പറയുന്നത്. അതിനിപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വ്യക്തിയുടെ പേര് വരാം, അതേപോലെ തന്നെ ഏതെങ്കിലും വസ്തുവിൻ്റെ പേര് വരാം. പിന്നെ ദ്രവ്യനാമത്തെ നമ്മൾ പ്രധാനമായിട്ടും 4ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് സംജ്ഞാനാമം. സംജ്ഞാനാമം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്തുവിനെയോ സൂചിപ്പിക്കുന്നതാണ് സംജ്ഞാനാമം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എൻ്റെ പേര് ആതിര. ആതിര എന്ന് പറയുന്നത് ഒരു സംജ്ഞാനാമമാണ്. അതേപോലെ തന്നെ സീത, കൃഷ്ണൻ, അതേപോലെ ഭാരതപ്പുഴ അല്ലെങ്കിൽ ആനമുടി, അതേപോലെ തന്നെ ഈ നമ്മൾ ഈ പറയുന്ന പോലെ കല്ലട, അതേപോലെ വരുന്ന ഇപ്പം ഏതെങ്കിലും ഒരു വസ്തുവിനെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അതെല്ലാം സംജ്ഞാനാമത്തിലാണ് വരുന്നത്. പിന്നെ സാമാന്യനാമം. സാമാന്യനാമം എന്ന് പറയുന്നത് സാമാന്യവൽക്കരിക്കപ്പെടുകയാണ്. അതായത് ഒരേ ഇനത്തിൽപ്പെട്ട വസ്തുക്കളെ എല്ലാം കൂടെ ഒന്നിച്ചു ചേർത്ത്, ഇപ്പൊ പുഴ അല്ലെങ്കിൽ എന്താണ് മൃഗം, മനുഷ്യൻ, പക്ഷി, അതിനകത്തൊരു പ്രത്യേക വ്യക്തി വരുന്നില്ല, ഒരു ഗ്രൂപ്പിനെയാണ് പറയുന്നത്. അടുത്തതാണ് മേയനാമം. മേയനാമം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ജാതിയുടെയോ സമൂഹമായോ അങ്ങനൊന്നും തരംതിരിക്കാൻ പറ്റാത്ത നിൽക്കുന്നവയാണ്. അതിനുദാഹരണമാണ് ഈ പറയുന്നത് പോലെ മഞ്ഞ്, ഇരുട്ട്, വെയില്, മഴ എന്നൊക്കെ പറയുന്നത്. പിന്നെ സമൂഹനാമം. സമൂഹനാമം എന്ന് പറയുന്നത് ഒരു കൂട്ടത്തെ കുറിക്കുന്നതിനാണ് സമൂഹനാമം എന്ന് പറയുന്നത്. അതായത് പറ്റം, നമ്മൾ ഗണം എന്ന് പറയത്തില്ലേ, ഒരേ ഗണം, അതേപോലെ കൂട്ടത്തിന് മറ്റൊരു പേരാണ് പറ്റം എന്നൊക്കെ പറയുന്നത്. ഇത് ഇത്രയുമാണ് ദ്രവ്യനാമത്തിന്റെ പിരിവുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
ഓക്കെ. ഓക്കെ, അടുത്തത് ഗുണനാമം. ഗുണനാമം എന്ന് പറയുന്നത് നിറത്തെയോ അല്ലെങ്കിൽ തരത്തെയോ സ്വഭാവത്തെയോ കുറിക്കുന്നതിനെയാണ് ഗുണം. ഒരു വ്യക്തിക്ക് എന്ത് ഗുണമാണ് ഉള്ളത് ഇല്ലേ, അതിനെ നോക്കുന്നതാണ് ഗുണനാമം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ടെന്ന് പറഞ്ഞാൽ കറുപ്പ്, അവൻ കറുത്തതാണ്, അല്ലെങ്കിൽ അവൻ വെളുത്തതാണ്, വെളുപ്പ്, പിന്നെ മിടുക്കൻ, പിന്നെന്താണ് സുന്ദരി. ഇതെല്ലാം ഓരോരുത്തർക്ക് നമ്മൾ നൽകുന്ന വിശേഷണമാണ്. ഒരു പ്രത്യേക വ്യക്തിയെ ആസ്പദമാക്കിയിട്ട് നമ്മൾ നൽകുന്ന വിശേഷണങ്ങളാണ്. ഇതിനെയാണ് നമ്മൾ ഗുണനാമം എന്ന് പറയുന്നത്. പിന്നീട് വരുന്നതാണ് ക്രിയാനാമം എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ക്രിയയിൽ നിന്നുണ്ടാവുന്ന ആ ഒരു പേരിനെയാണ് നമ്മൾ ക്രിയാനാമം എന്ന് പറയുന്നത്. ഇപ്പം നടക്കുക എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്. ആ ക്രിയയിൽ നിന്നുണ്ടാവുന്ന ക്രിയാനാമമാണ് നടത്തം. അതേപോലെ ചിരിക്കുക എന്നുള്ളതൊരു ക്രിയാനാമമാണ്. അതിൽ നിന്നുണ്ടാവുന്നതാണ് ചിരി. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തതാണ് സർവനാമം. നിങ്ങൾ ഈ സർവനാമം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. പല സമയത്ത് സർവനാമത്തിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഞാനിത് നല്ല സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നമുക്ക് ബാക്കി അത്രയും ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യണം. ഓൾറെഡി നിങ്ങൾക്ക് ഈ ടോപ്പിക്കിന്റെ റെക്കോർഡഡ് ക്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, സർവനാമത്തിന് പല വിഭാഗങ്ങളുണ്ട്. സർവനാമത്തെ നമ്മൾ പലതായിട്ട് തിരിക്കുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഉത്തമ പുരുഷ സർവനാമമുണ്ട്, അതേപോലെ മധ്യമ പുരുഷ സർവനാമമുണ്ട്, അതേപോലെ പ്രഥമ പുരുഷ സർവനാമമുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ഈ പറയുന്ന സെയിം. ഉത്തമ പുരുഷ സർവനാമം എന്ന് പറയുന്നത് പറയുന്ന ആളിന് പകരം നിൽക്കുന്ന ശബ്ദത്തെ ഉത്തരപുരുഷ സർവനാമം എന്ന് പറയുന്നു. അതായത് ഞാൻ, നമ്മൾ, എന്റേത് അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതാണ്. ഇപ്പം നമ്മളെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്നെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നതിനെയാണ്. പിന്നെ മധ്യമപുരുഷ സർവനാമം എന്ന് പറയുന്നത് രണ്ടാമത് നിൽക്കുന്ന വ്യക്തി, അതായത് നീ, നിങ്ങൾ, താൻ എന്നൊക്കെ പറയുന്നത്. പ്രഥമ പുരുഷ സർവനാമം എന്ന് പറയുന്നത് ഏത് വ്യക്തിയാണോ പരാമർശിക്കുന്നത് ആ വ്യക്തി എന്താണ്, ആ വ്യക്തിയെ സൂചിപ്പിക്കുന്നു. അതായത് അവൻ, അവൾ, അവർ. നിങ്ങൾക്ക് ഇത് പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണ്, ഇതിന്റെ ഉദാഹരണങ്ങൾ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? നാമങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയി. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ സാറാ ജോസഫിൻ്റെതല്ലാത്ത കൃതി ഏത്? സാറാ ജോസഫ് എന്ന് പറയുന്ന എഴുത്തുകാരിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞേ? മാറ്റാത്തി എന്നുള്ളത് സാറാ ജോസഫിൻ്റെതല്ലേ? മാറ്റാത്തി എന്ന് പറയുന്ന കൃതി സാറാ ജോസഫിന്റെ കൃതിയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാറാ ജോസഫ് എന്ന് പറയുന്നത് ഒരു മലയാള എഴുത്തുകാരി മാത്രമല്ല, മറിച്ചൊരു ഇന്ത്യൻ നോവലിസ്റ്റ് ആണ് ഇല്ലേ? ഇവർക്ക് ധാരാളം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, അതേപോലെ തന്നെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ കൂടുതലും ആരെ കേട്ടിട്ടുള്ളത്? സാറാ ജോസഫിനെ കേട്ടിട്ടുള്ളത്. സാറാ ജോസഫും ഉണ്ട്, സാറാ തോമസും ഉണ്ട്. കേട്ടിട്ടുണ്ടല്ലോ. ഈ രണ്ട് വ്യക്തികളെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവരുടെ കൃതികൾ എന്ന് പറയുന്നത് കാടിന്റെ സംഗീതം, അതേപോലെ തന്നെ പാപത്തറ, പ്രകാശിനിയുടെ മക്കൾ, ദാമ്പത്യം, അതേപോലെ നിലാവ് നിറയുന്നു. ഈ പറയുന്ന കൃതികളൊക്കെ നമ്മുടെ സാറാ ജോസഫിൻ്റെതായിട്ട് ഉള്ളതാണ്. ഈ പറയുന്ന മാറ്റാത്തി എന്ന് പറയുന്ന കൃതിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഊരുകാവൽ എന്ന് പറയുന്നത്. അതുപോലെ ബുദ്ധിനി ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് സാറാ ജോസഫിൻ്റെതല്ലാത്ത കൃതി ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിലേതാ സാറാ ജോസഫിൻ്റെതല്ലാത്ത കൃതി? ആസിഡ്. ആസിഡ് എന്ന് പറയുന്ന കൃതി ആരുടേതാണ് എന്നറിയോ? അറിയില്ല. അറിയോ ആസിഡ് എന്ന് പറയുന്ന കൃതി ആരുടേതാണെന്ന്? സംഗീത ശ്രീനിവാസൻ എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
സംഗീത ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയെ പറ്റി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. സംഗീത ശ്രീനിവാസന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ മുഖം വെളിച്ചപ്പെട്ടിട്ടില്ല. തൂലികാ നാമം കൊണ്ട് എന്താണ് പ്രശസ്തമായിരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. അതുപോലെ തന്നെ വിവർത്തകയാണ് സംഗീത ശ്രീനിവാസൻ എന്ന് പറയുന്നത്. ഇവര് ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷകളിലും ഒക്കെ കൃതികൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളിമീൻചാട്ടം എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ കൃതി ഇവർ എഴുതിയിട്ടുള്ളത്. അതേപോലെ ധാരാളം വിമർശനങ്ങൾ, അതായത് ധാരാളം വിവർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാള ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത 58ാമത്തെ ക്വസ്റ്റ്യൻ. ലീലാതിലകത്തിൽ മലയാള ഭാഷയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുള്ള ഒരു പുസ്തകമോ ഒരു പേരോ ആണോ ലീലാതിലകം എന്നത്? കേട്ടിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം എന്നല്ല, ഇതുവരെ എത്ര കേറ്ററ്റ് എക്സാം നടന്നിട്ടുണ്ടോ ആ എക്സാമിലെല്ലാം പ്രതിപാദിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഏതെന്ന് പറയുന്നത്? ലീലാതിലകം എന്ന് പറയുന്നത്. നമ്മുടെ മലയാള ഭാഷയുടെ എന്താ പറഞ്ഞേ? നമ്മുടെ മലയാള ഭാഷയുടെ അല്ലെങ്കിൽ കേരള ഭാഷയുടെ പ്രഥമ വ്യാകരണ ഗ്രന്ഥം എന്ന് അറിയപ്പെടുന്നത് ലീലാതിലകമാണ്. ഇദ്ദേഹത്തിന്റെ രചയിതാവൊന്നും ആരാണെന്നൊന്നും അറിയത്തില്ല. ഏത് കാലഘട്ടത്തിലാണ് ഇത് രചിച്ചിട്ടുള്ളതും എന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ലീലാതിലകം എഴുതിയ വ്യക്തിയെ നമ്മൾ ലീലാതിലകകാരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ വ്യക്തിയുടെ യഥാർത്ഥ പേരെന്താണെന്ന് അറിയത്തില്ല. മണിപ്രവാള ഭാഷയുടെ ലക്ഷണ ഗ്രന്ഥമായിട്ടാണ് നമ്മൾ ഈ ലീലാതിലകത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. ലീലാതിലകത്തെ സംബന്ധിച്ച് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ ഒന്ന് പറയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ റെക്കോർഡ് ക്ലാസ് കിട്ടുമ്പോൾ നിങ്ങളത് ആവർത്തിച്ച് കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ഫീഡായിക്കോളും. ഇപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ലീലാതിലകകാരൻ എന്നാണ് ഇതിൻ്റെ രചയിതാവിനെ നമ്മൾ അറിയപ്പെടുന്നത്. ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് സംസ്കൃത ഭാഷയിലാണ്. അന്നത്തെ കാലത്ത് സംസ്കൃത ഭാഷയിലാണ് ഈ ലീലാതിലകം എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അതുപോലെ 14ാം നൂറ്റാണ്ടിൻ്റെ ഏകദേശം അന്ത്യത്തോടു കൂടിയാണ് ഈ ഒരു രചന എന്ന് നമ്മൾ കരുതപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഉറപ്പൊന്നുമില്ല 14ാം നൂറ്റാണ്ടിൻ്റെ ആദ്യമാണോ അതോ മധ്യത്തിലാണോ അന്ത്യത്തിലാണോ എന്നറിയില്ല. ഇങ്ങനെയാണ് കരുതപ്പെടുന്നത്. പിന്നെ ഇതിനു മുമ്പ് കേറ്ററ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ലീലാതിലകം പൂർണ്ണമായും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തി ആര് എന്നത്. നമ്മുടെ ആറ്റൂർ കൃഷ്ണ പിഷാരടിയാണ് 1917 ലീലാതിലകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. പിന്നെ 1955 ആയപ്പോഴത്തേക്കും നമ്മുടെ ഇളംകുളം കുഞ്ഞമ്പിള്ള എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് മലയാളത്തിലേക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എന്തിനെക്കുറിച്ചിട്ടൊക്കെയാണ് പരാമർശം നടത്തുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് പാട്ടെന്ന് പറയുന്നുണ്ട്, എന്താണ് മണിപ്രവാളം എന്ന് പറയുന്നുണ്ട്, എന്താണ് കേരള ഭാഷ എന്ന് പറയുന്നുണ്ട്, എന്താണ് നമ്പ്യാൻ തമിഴ് എന്ന് പറയുന്നുണ്ട്. ലീലാതിലകത്തിൽ എവിടെയും മലയാളം എന്നൊരു വാക്ക് ഉച്ചരിച്ചിട്ടില്ല. കാരണം ആ കാലഘട്ടത്തിൽ മലയാള ഭാഷ നിലവിൽ വന്നിട്ടില്ല. അന്നത്തെ ഭാഷയ്ക്ക് കേരള ഭാഷ എന്നാണ് പറയുന്നത്. മലയാള ഭാഷ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടില്ല. പിന്നെ ഇനി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പം അതിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിനകത്ത് കൃത്യമല്ലാത്ത കുറേ വിവരങ്ങളുണ്ട്. അതായത് കൃത്യമായ വർഷമോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളത് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് വരത്തില്ല. ഇനി കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്, എത്ര ശില്പങ്ങളാണ് ലീലാതിലകത്തിൽ അടങ്ങിയിട്ടുള്ളത്? 8 ശില്പങ്ങളാണ് ലീലാതിലകത്തിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ഏകദേശം 151 സൂത്രങ്ങളിലായി ആണ് ഈ ഒരു 8 ശില്പങ്ങൾ എന്ന് പറയുന്നത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.
ഓക്കെ, പിന്നെ ഓരോ ശില്പത്തിലും എന്തിനെ പറ്റിയിട്ടാണ് എന്ന് പറയാം. ഒന്നാം ശില്പത്തിൽ പറയുന്നതെന്ന് പറയുന്നത് മണിപ്രവാള ലക്ഷണത്തെ പറ്റിയിട്ടാണ്. ഒന്നാം ശില്പത്തിൽ മണിപ്രവാള ലക്ഷണത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. രണ്ടാം ശില്പത്തിൽ ഭാഷാഭേദത്തെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ആദിക അക്ഷരങ്ങളെ കുറിച്ചിട്ടും പിന്നെ സംസ്കൃത ശബ്ദങ്ങളെ കുറിച്ചിട്ടും വിഭക്തിയെ കുറിച്ചിട്ടും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഈ വചനം, ക്രിയ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ മൂന്നാം ശില്പത്തിലാണ് സന്ധിയെ കുറിച്ചിട്ട് പറയുന്നത്. സന്ധിയെ കുറിച്ചിട്ടൊക്കെ പറയുന്ന പ്രഥമ വ്യാകരണ ഗ്രന്ഥമാണ്. അത് മലയാള സന്ധിയെ കുറിച്ചിട്ടല്ല പറയുന്നത്, കേരള ഭാഷാ സന്ധിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനകത്ത് പറയുന്ന സന്ധി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് പോലെയുള്ള ഈ ആഗമസന്ധിയോ ദിത്വസന്ധിയോ അല്ലെങ്കിൽ ലോപസന്ധിയോ ആദേശസന്ധിയോ ഒന്നുമല്ല. അതിനകത്ത് സന്ധികൾ എന്ന് പറയുന്നത് സ്വരസന്ധി, അതേപോലെ സ്വരവ്യഞ്ജന സന്ധി, വ്യഞ്ജന സന്ധി, ഇതൊക്കെയാണ്. പിന്നെ നാലാം ശില്പത്തിലേക്ക് വരുന്ന സമയത്ത് അപശബ്ദത്തെ കുറിച്ചിട്ട്, അപവാചകത്തെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ അനിഷ്ടത്തെ കുറിച്ചിട്ട്, അങ്ങനെ കുറേ സംഭവങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ അഞ്ചാം ശില്പത്തിൽ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗുണങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് 4 ഗുണങ്ങളെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ശ്ലേഷം, മാധുര്യം, പ്രസാദം, സമത. ഈ 4 ഗുണങ്ങളെ പറ്റിയിട്ടാണ് അഞ്ചാം ശില്പത്തിൽ പറയുന്നത്. ആറാം ശില്പത്തിലാണ് ശബ്ദ അലങ്കാരങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. അതിനകത്താണ് ഈ പറയുന്ന അനുപ്രാസത്തെ കുറിച്ചിട്ടും അതേപോലെ തന്നെ യമകത്തെ കുറിച്ചിട്ടും ഒക്കെ പറയപ്പെടുന്നത്. ഏഴാം ശില്പത്തില് അർത്ഥ അലങ്കാരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ഉപമ, അതേപോലെ എന്താണ് രൂപകം. രൂപകമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഉൽപ്രേക്ഷ എന്താണ്, അതേപോലെ അതിശയോക്തി എന്താണ്, ഇതൊക്കെയാണ് ഈ പറയുന്ന ഏഴാം ശില്പത്തില്. എട്ടാം ശില്പത്തിലാണ് രസത്തെ കുറിച്ചിട്ട് പറയുന്നത്. ഏതൊക്കെ രസങ്ങളുണ്ടെന്നും അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നും. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ലീലാതിലകത്തെ കുറിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് അല്ല, 1 മണിക്കൂറല്ല, ഒരു ദിവസം മൊത്തം നിന്ന് പറയാനുള്ളതുണ്ട്. എന്നാലും ചുരുങ്ങിയ രീതിക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനാണ് ശ്രമിച്ചത്. ഇനി നിങ്ങൾക്ക് ഈ ലീലാതിലകത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളപ്പോഴോ അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുന്ന സമയത്ത് കൂടുതൽ ഇതിനകത്തുള്ള എന്തിനെങ്കിലും കുറിച്ച് അറിയണമായിട്ടുണ്ടെങ്കിലോ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, മാധവി എന്ന ഇതിഹാസ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ONVയുടെ കൃതി ഏതാണ്? സ്വയംവരം, ഉജ്ജയിനി, അഗ്നിശലഭങ്ങൾ, പാഥേയം. നിങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കൃതികളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? എല്ലാ വർഷവും ONV കുറിപ്പുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ വള്ളത്തോളുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ ഈ പറയുന്ന വ്യക്തികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് വരാറുണ്ട്? ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പം ഇതിന് ആൻസർ ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയാവോ ആർക്കെങ്കിലും? ONV കുറിപ്പ്. ONV കുറിപ്പിന്റെ സ്വയംവരത്തിനകത്താണ്. എന്താ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിന് ഈ ക്വസ്റ്റ്യൻ. ഇതേ ക്വസ്റ്റ്യൻ അതായത് ഇപ്പൊ കഴിഞ്ഞ കേട്ടിട്ടില്ലല്ലേ? ആ ക്വസ്റ്റ്യനാ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നേ. PYQ നമ്മള് ഡിസ്കഷനാ ഇപ്പൊ നടത്തുന്നേ. അതോ അതിനു മുമ്പ് ഉണ്ടായിരുന്ന കേട്ടിട്ടിന് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നാണോ പറയുന്നേ? ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരത കഥയില്ലേ, അതിനകത്തെ ഒരു ഉപകഥയിൽ നിന്നും ഭാവാത്മകമായിട്ട് വികസിപ്പിച്ചെടുത്തതാ ഈ പറയുന്ന സ്വയംവരം എന്ന് പറയുന്നത്. അതായത് മാധവിയുടെ കഥയ്ക്ക് ഇതിഹാസ സമാനമായിട്ടുള്ള ഒരു രീതി കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ONV കുറിപ്പ് എന്തെഴുതിയേക്കുന്നത്, ഈ പറയുന്ന സ്വയംവരം എന്ന് പറയുന്ന കൃതി എഴുതിയിരിക്കുന്നത്. ONV കുറിപ്പിന്റെ നോട്ട്സ് ഞാൻ സാറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോ?
ഇല്ല എന്നുണ്ടെങ്കിൽ ONV അതേപോലെ തന്നെ വള്ളത്തോള് അങ്ങനെ കുറച്ച് ആൾക്കാരുടെ എന്താണ് അവരുടെ ജീവചരിത്രം, അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വസ്തുതകളൊക്കെ ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ട് എൻ്റെ കയ്യിൽ, അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം ഗ്രൂപ്പിൽ. എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്നാൽ മതി ആരെങ്കിലും. ഓക്കെ ആണേ. ONVയുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്ത് പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് ONV? നമ്മുടെ സാഹിത്യത്തിലെ ഏറ്റവും മഹനീയമായ പുരസ്കാരം ഏത് വർഷമാണ് കിട്ടിയതെന്നറിയോ? 2007 ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. പിന്നെ പത്മശ്രീയും പത്മവിഭൂഷണും ഒക്കെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ പുരസ്കാരങ്ങൾ പറഞ്ഞ എന്താണ് ഒരു 10-20 പുറത്ത് പുരസ്കാരങ്ങൾ ആർക്ക് കിട്ടിയിട്ടുണ്ട്? നമ്മുടെ ONV കുറുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ഇദ്ദേഹം ഒരു ചലച്ചിത്ര ഗാനരചയിതാവാണ്. ധാരാളം ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്തെഴുതിയിട്ടുണ്ട്? കവിതകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അധ്യാപകനായിരുന്നു ഇല്ലേ? കോളേജ് തലത്തില് അധ്യാപകനായിരുന്നു ONV കുറുപ്പെന്ന് പറയുന്നത്. എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്ന, ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ മലയാളത്തിലെ ഒരു സാഹിത്യകാരനാണ് ഈ പറയുന്ന ONV എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത കഥകളി നടന്മാർ മുദ്രാഭിനയത്തിന് സ്വീകരിച്ചിരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഇവയിൽ ഏതാണ് കഥകളി നടന്മാർ ഇതേപോലെ മുദ്രാഭിനയത്തിന്? ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപികയാണ് കഥകളി നടന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ കഥകളിയെ കുറിച്ചിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും നോക്കി വെച്ചിട്ട് പോണം. എല്ലാ വർഷവും ക്വസ്റ്റ്യൻ ഉള്ളതാണ് കഥകളിയുമായിട്ട് ബന്ധപ്പെടുത്തി. എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ കേറ്ററ്റിന് കഥകളിയായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നോ? മറ്റൊരു പാരഗ്രാഫ് തന്നിട്ട് കഥകളി നന്നായിട്ട് നോക്കി വെച്ചിട്ട് പോണം. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരും അല്ലേ? ഓക്കെ, നമുക്ക് എന്താണ് ഈ പറയുന്ന ഹസ്തലക്ഷണ ദീപിക എന്നൊന്ന് നമുക്ക് നോക്കാം. ഇത് എഴുതിയത് ആരാണെന്നറിയോ? കടത്തനാട്ട് ഉദയവർമ്മ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഹസ്തലക്ഷണ ദീപിക എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. സംസ്കൃത ഭാഷയിലും രചിച്ചിട്ടുണ്ട്, മലയാള ഭാഷയിലും രചിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തിനെ കുറിച്ചിട്ടാ പറഞ്ഞേക്കുന്നത്? നമ്മുടെ നാട്യശാസ്ത്രത്തിലെ കൈമുദ്രകളുടെ പ്രയോഗത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു കൃതിയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതെങ്ങനെയാ എഴുതിയേക്കുന്നതെന്ന് ചോദിച്ചാൽ, സംസ്കൃത ശ്ലോകങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ മലയാള വ്യാഖ്യാനം കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഉപയോഗിക്കുന്ന, അതായത് നൃത്ത പാരമ്പര്യത്തിലെല്ലാം ഉപയോഗിക്കുന്നത് ഏത് ഗ്രന്ഥം തന്നെയാണ്? ഹസ്തലക്ഷണ ദീപിക തന്നെയാണ്. ഓക്കെ, അടുത്ത അത് കഥകളിയായി ബന്ധപ്പെട്ടതാണോ? ഏതാ? ഡി കഥകളിയുടെ സാഹിത്യ രൂപമാണ് കഥ, നമ്മൾ പഠിച്ചില്ലേ? അതന്നെയാണോ ആ ഡി? ആട്ടപ്രകാരം. നമുക്ക് കഥകളിയായി ബന്ധപ്പെട്ട അതിനകത്തെ ഓരോ ഉദാഹരണങ്ങളും നമുക്ക് പറഞ്ഞു വരാം. ഓക്കെ, അടുത്തത് നാട്യശാസ്ത്രമാണ്. നാട്യശാസ്ത്രം എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ കേട്ടിട്ടുണ്ട്? ആരുടേതാണ് നാട്യശാസ്ത്രം എന്ന് പറയുന്നത്? ആരുടേതാണ് നാട്യശാസ്ത്രം? നാട്യശാസ്ത്രത്തെ കുറിച്ചിട്ടും കഴിഞ്ഞതിന്റെ അങ്ങേ കേട്ടിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതാണ്. ഭരതമുനിയുടെ കൃതിയാണ് നാട്യശാസ്ത്രം എന്ന് പറയുന്നത്. ഇതിന്റെ കാലഘട്ടം ഒന്നും നമുക്ക് വ്യക്തമല്ല എന്നുണ്ടെങ്കിലും ഈ നാട്യശാസ്ത്രമാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ എന്തായിട്ടുള്ളത്, നൃത്തത്തിനും അഭിനയത്തിനും ഒക്കെ എന്താണ് പ്രഥമ കൃതിയായിട്ട് എടുത്തിട്ടുള്ളത് ഇല്ലേ? ഓക്കെ ആണേ. അടുത്തതായിട്ട് നമുക്ക് അതിനകത്ത് തന്നിട്ടുള്ള ഉദാഹരണം എന്ന് പറയുന്നത് ഏതാണ്? അഭിനയ ദർപ്പണം. അഭിനയ ദർപ്പണം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അഭിനയ ദർപ്പണം എന്ന് പറയുന്നത് ഈ പറയുന്ന നാട്യശാസ്ത്രത്തെ തന്നെ അടിസ്ഥാനമാക്കിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്
അഭിനയ ദർപ്പണം. ഇതിനകത്ത് നാട്യ തത്വങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സാങ്കേതിക ഈ നൃത്തത്തിൻ്റെതായ സാങ്കേതിക അംശങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏതിനകത്താണ്? അപ്പൊ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെന്ന് പറയുന്നത് ഇനി അടുത്ത ആട്ടപ്രകാരമാണ്. അതായത് ഈ ആട്ടപ്രകാരം എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ തന്നെ കഥകളി രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ കഥാപാത്രം കാണിക്കേണ്ട ആംഗ്യമുദ്ര അഭിനയ രീതികളെ കുറിച്ച് പറയുന്നതാണ് ആട്ടപ്രകാരം എന്ന് പറയുന്നത്. ആട്ടപ്രകാരം കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കഥകളിയോടൊപ്പം തന്നെ കൂടിയാട്ടവും കൂത്തുമായിട്ട് കൂടെ ഈ പറയുന്ന ഒരു ആട്ടപ്രകാരം എന്ന് പറയുന്നത് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ മിസ്. കൂത്ത്, കൂടിയാട്ടം, കഥകളി ഈ പറയുന്ന ഇവ മൂന്നിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മൂന്നും കേരളീയ ദൃശ്യ കലാരൂപങ്ങളാണ്. ഇത് അവതരിപ്പിക്കുമ്പോൾ കഥാപാത്രങ്ങൾ വരുത്തേണ്ട ആംഗ്യമുദ്ര അഭിനയ രീതികളെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന ആട്ടപ്രകാരത്തിനകത്ത് പറയുന്നത്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ ആട്ടപ്രകാരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മലയാള സാഹിത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായ ഗദ്യകൃതികൾ ആട്ടപ്രകാരങ്ങളാണെന്നാണ് വിശ്വസിപ്പിക്കപ്പെടുന്നത്. പിന്നെ ഇതിന്റെ കർത്താവ് എന്ന് പറയുന്നത് തോലനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് നമുക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കത്തില്ല. കാര്യം എന്ന് പറയുന്നത് വിശ്വസിക്കപ്പെടുന്നത് അദ്ദേഹമാണോ എന്നത് ഒരു കൃത്യത ഉള്ള കാര്യം അല്ല. പിന്നെ ആദ്യകാല നാടകങ്ങളിലെല്ലാം ഈ ആട്ടപ്രകാരം അനുസരിച്ചുള്ളത് ആയിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശൂർപ്പണഅങ്കം എന്നൊക്കെ പറഞ്ഞ്? ശൂർപ്പണാങ്കം എന്നൊക്കെ പറയുന്ന നാടകം, അങ്കുലിയാങ്കം കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ആട്ടപ്രകാരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉള്ളതാണ്. ഇല്ല, അത്രയൊന്നും നമുക്ക് ഡീപ്പായിട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പദ്യഭാഗം വായിച്ച് 61 മുതൽ 65 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ഉത്തരം കണ്ടെത്തുക. നിങ്ങൾക്കൊരു 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഇതേപോലെ ഒരു പദ്യവും തരും. എന്താ പറഞ്ഞേ? ഇതുപോലൊരു പദ്യവും തരും, അതേപോലൊരു ഗദ്യവും തരും. നമ്മൾ അത്യാവശ്യം ഒരു 2-3 തവണ ഈ ഒരു പദ്യഭാഗവും ഈ ഒരു ഗദ്യഭാഗവും വായിച്ചു കഴിയുമ്പോൾ തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റും. സ്ലൈഡ്. ഓക്കെ, നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പദ്യഭാഗം വായിച്ച് ഉത്തരം കണ്ടെത്തുക. സന്ധ്യയ്ക്ക് മാനത്തു മലർന്ന താരത്താരെ അത്രയും കണ്ടു ചെടിച്ച കണ്ണേ, കുനിഞ്ഞിടാമൊന്നിനി നിന്റെ നോട്ടം കുപ്പക്കുഴിക്കുള്ളിലും എത്തിടട്ടെ. പറമ്പിലങ്ങിങ്ങ് പകച്ചൊതുങ്ങി പാവങ്ങളാം തുമ്പകളൊട്ടനേകം തുലാമവറ്റിൻ പുകളിലിന്ന് വിത്താം തൂവെൺ മലർത്തെല്ലു മണഞ്ഞു നിൽപ്പു. ജാതിച്ചുവട്ടിൽ, ബാക്കി ആ ഒരു ഭാഗവും കൂടെ കാണിക്കുവോ? ജാതിച്ചുവട്ടിൽ ജലസേകമേകും. നെക്സ്റ്റ് സ്ലൈഡ്. ജനങ്ങളി പൂച്ചെടി കയ്യനക്കി വളർത്തിയിടുന്നില്ലതു പോട്ടെ, ദൂരെ വലിച്ചു മാറ്റുന്നതുമുണ്ട് കഷ്ടം. ഉയർത്തി വെള്ളക്കൊടി കാട്ടുവാൻ ഉന്മൂലനം ചെയ്യും ഉഗ്രപാണി, പരാക്രമം മരിക്കൊതുങ്ങി പാവങ്ങളെ തച്ചു തരിപ്പു തീർപ്പു. ഇല്ലേ, ഇത്രയുമാണ് പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ഉയർത്തി വെള്ളക്കൊടി ക്വസ്റ്റ്യൻ കാണിക്കാവോ? ഉയർത്തി വെള്ളക്കൊടി കാട്ടുപോനെ ഉന്മൂലനം ചെയ്യുന്നത് ആര്? ആരാണെന്ന് അതിനകത്ത് പറഞ്ഞേക്കുന്നത്? ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഉഗ്രപാണ്യ. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ വെള്ളക്കൊടി കാട്ടുവാനെ ഉന്മൂലനം ചെയ്യൂ ഉഗ്രപാണി. അതിന്റെ അവസാന ആൻസർ കിടപ്പുണ്ട്. ആരാ ആൻസർ ആയിട്ട് വരുന്നത്?
ഉഗ്രപാണിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 62. സന്ധ്യയ്ക്ക് സന്ധ്യയ്ക്ക് മാനത്ത് മലർന്നു എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? എന്തിനെയാ സന്ധ്യയ്ക്ക് മാനത്ത് മലർന്നു എന്ന് വിശേഷിപ്പിക്കുന്നത്? ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. സന്ധ്യയ്ക്ക് മാനത്ത് മലർന്ന താരത്താരത്രയും. ഇല്ലേ? അപ്പൊ എന്താ സന്ധ്യ? താരത്താരാണ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല, പക്ഷെ സംഭവം കണ്ട ഓക്കെ. ഇങ്ങനെ നമുക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. അല്ല, നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് മേലോട്ടുള്ള ആ ലൈൻസ് നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ? അത് കുഴപ്പമില്ല. അപ്പൊ അതിന് നമുക്ക് കണ്ടെത്താലോ. ക്വസ്റ്റ്യൻ നമ്പർ 63. പറമ്പിലങ്ങ് പകച്ചൊതുങ്ങി നിൽക്കുന്നത് ആരാണ്? എവിടെ കിടപ്പുണ്ട്? പറമ്പിലങ്ങിങ്ങ് പകച്ചൊതുങ്ങി പാവങ്ങളാം തുമ്പകളൊട്ടനേകം. അപ്പൊ ആരാ നിൽക്കുന്നത് അവിടെ? ഡയറക്റ്റ് ആൻസേഴ്സ് ആണ് കിടക്കുന്നത്. അടുത്ത 64. ജലസേകമേകുന്നത് ആരാണ്? ആരാ ജാതി ചുവട്ടില് ജലസേകമേകുന്നത്? ജനങ്ങൾ. ശരിയാണോ? ജനങ്ങളാണ് ജാതി ചുവട്ടിൽ ജലസേകമേകുന്നത്, അല്ലെ? അടുത്ത 65. ഈ കവിതയിൽ സാധു എന്ന് അർത്ഥം വരുന്ന പദം ഏതാണ്? ഏതാ സാധു എന്ന് അർത്ഥം വരുന്നത്? പാവം, ഇല്ലേ? ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. അപ്പൊ ഈ ഒരു 5 മാർക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മേടിക്കാവുന്നതല്ലേ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് 66 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഗദ്യം വലുതാ മിസ്സേ? ഗദ്യം വലുതായില്ലേ? ആണോ? ഗദ്യം വലുതാണോന്നാണോ? അവര് കുറച്ച് പാർട്ട് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിൽ നിന്ന് വേണം ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ്. കഥകളിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ചില ചടങ്ങുകളുണ്ട്. ആദ്യമായി കേളികൊട്ട് നടത്തി ചുറ്റുപാടുമുള്ളവരെ കഥകളിയുണ്ടെന്ന് വിവരം പകലേ തന്നെ അറിയിക്കുന്നു. ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്കില, ഇലത്താളം എന്നീ 4 വാദ്യങ്ങൾ കേളികെട്ടിന് ഉണ്ടായിരിക്കണം. രാത്രി കളിക്ക് വിളക്ക് വെച്ചു കഴിഞ്ഞാൽ കേളിക്കൈ എന്ന ചടങ്ങാണ്. കേളിക്കൈ കഴിഞ്ഞാൽ തിരശീല പിടിക്കും. പാട്ടുകാർ നാട്ട എന്ന രാഗം മൂളി തോടയം എന്ന ചടങ്ങിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീവേഷം വന്ന് തിരശീലയ്ക്കകത്ത് നിന്ന് മേളക്കാരെ അഭിമുഖീകരിച്ച് ചില നൃത്തങ്ങൾ നടത്തണം. ഇഷ്ടദേവതാ സ്തുതിപരമായ ഒരു ഗാനമാണ് തോടയത്തിൽ പാടുന്നത്. തോടയം കഴിഞ്ഞാൽ വന്ദന ശ്ലോകം ചൊല്ലുന്നു. പിന്നീട് പുറപ്പാട് കഴിഞ്ഞ് മഞ്ജുതര. ഇതിന് മേളപ്പദമെന്നും പറയും. കഥകളിയിലെ ചടങ്ങുകൾ ഇങ്ങനെയാണ്. ചതുർവിധ അഭിനയത്തിൽ വാചികമൊഴിച്ചുള്ള അഭിനയ രീതികൾ കഥകളിയിലുണ്ട്. കൃത്രിമമായ വേഷവിധാനം കൊണ്ടുള്ള അഭിനയമാണ് ആഹാര്യം. 24 അടിസ്ഥാന മുദ്രകൾ കൊണ്ടാണ് മിക്ക പദാർത്ഥങ്ങളെയും അഭിനയിച്ചു കാണിക്കുന്നത്. ഹസ്തലക്ഷണ ദീപികയാണ് മുദ്രാഭിനയത്തിന് അവലംബമായി സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഉണ്ട്. നിങ്ങൾ കേറ്ററ്റിന് പോകുമ്പോഴാണെങ്കിലും വേറെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്ന സമയത്താണെങ്കിലും ക്വസ്റ്റ്യൻസ് ആദ്യം എല്ലാം ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു നോക്കണം. ചിലപ്പോൾ ആദ്യത്തെ ചില ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ പിന്നീട് എവിടെ കാണും? അവസാന ഭാഗത്തോട്ട്. അങ്ങനെ കിട്ടീനി. എന്താ? അങ്ങനെയാണോ ആൻസർ കിട്ടിയെന്നാണോ പറഞ്ഞേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. 66ാമത്തെ ക്വസ്റ്റ്യൻസ്. മഞ്ജുതരയ്ക്ക് പറയുന്ന മറ്റൊരു പേര് എന്താണ്? സെക്കൻഡ് പേജ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് കിടപ്പുണ്ട്. പുറപ്പാട് കഴിഞ്ഞ് മഞ്ജുതര. ഇതിന് മേളപ്പദമെന്നും പറയും. ഇല്ലേ? 66ാമത്തെ ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട്. മേളപ്പദം, ഇല്ലേ? ഓക്കെ, കഥകളിയിൽ കൃത്രിമമായ വേഷവിധാനം കൊണ്ടുള്ള അഭിനയ രീതിക്ക് പറയുന്ന പേരെന്താണ്? അതും എവിടെ കിടപ്പുണ്ട്? സെക്കൻഡ് ഒരു പേജിൽ കിടപ്പുണ്ട്. കൃത്രിമമായ വേഷവിധാനം കൊണ്ടുള്ള അഭിനയമാണ് ആഹാര്യം. കണ്ടോ? അപ്പൊ അതിന്റെ ആൻസർ എന്തുവാ? ആഹാര്യം.
പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കഴിഞ്ഞ ഒരു എക്സാമിന് മാത്രമാണ് ഗദ്യഭാഗം ഇത്രയും സിമ്പിൾ ആയത്. ഇങ്ങനെ അങ്ങ് പൂർണ്ണമായിട്ടും ഗദ്യത്തിൽ നിന്നും പദ്യത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് മാത്രം ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഒരിക്കലും പോവരുത്. ഇൻഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 68. പറയില്ലേ? കഥകളിയിൽ അഭിനയത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന മുദ്രകൾ എത്രണ്ണോ? 24. 24. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കേളികൊട്ട് എന്ന ചടങ്ങിന്റെ ലക്ഷ്യം എന്ത്? ഇഷ്ടദേവതാസ്തുതി നടത്തുക, അഷ്ടപതി ഗാനം ചൊല്ലുക, കഥകളി ഉണ്ടെന്ന വിവരം നേരത്തെ അറിയിക്കുക, തിരശീല പിടിക്കുക. കഥകളി ഉണ്ടെന്ന വിവരം നേരത്തെ അറിയിക്കുക. കഥകളി ഉണ്ടെന്ന വിവരം നേരത്തെ അറിയുക. ആദ്യ പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കഥകളി ഉണ്ടെന്ന വിവരം പറയുക. താഴെ പറയുന്നവയിൽ കേളികൊട്ടിന് ഉപയോഗിക്കാത്ത വാദ്യം ഏതാ? ചെണ്ട, മൃദംഗം, ചെണ്ട, ഇലത്താളം. മൃദംഗം. ഇവിടെ എന്തിനു പറഞ്ഞിട്ടുണ്ട്? താഴെ പറഞ്ഞു ചെണ്ട, ശുദ്ധമണ്ഡലം, ചേങ്കില, ഇലത്താളം. ഈ 4 വാദ്യ ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിനർത്ഥം എന്ത് ഉപയോഗിക്കുന്നില്ല എന്നതാണ്. മൃദംഗം ഉപയോഗിക്കുന്നില്ല. മൃദംഗം ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ അർത്ഥം. കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കഥകളിയായിട്ട് ബന്ധപ്പെട്ട് കഥകളിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് വരാനുള്ള റീസൺ എന്താ? കഥകളിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ കഥകളിയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നേ? കേരളത്തിലെ തനതായ കലാരൂപമാണ് ഏതെന്ന് പറയുന്നത്? കഥകളി. ഏത് കലാരൂപം പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്? ഏത് കലാരൂപം പരിഷ്കരിച്ച? എപ്പോഴും വരുന്ന ക്വസ്റ്റ്യനാ, എപ്പോഴും ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യനാ. നമ്മുടെ രാമനാട്ടം എന്ന് പറയുന്ന ആട്ടക്കഥയല്ല, രാമനാട്ടം. രാമനാട്ടം പരിഷ്കരിച്ചാണ് ഏത് കലാരൂപം ഉണ്ടായത്? ഈ പറയുന്ന കഥകളി ഉണ്ടായത്. അതുപോലെ ഏതൊക്കെ വേഷങ്ങളാ പ്രധാനമായിട്ടും കഥകളിയിലുള്ളത്? വെള്ളത്താടി. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെയുള്ള വേഷങ്ങളാ പ്രധാനമായിട്ടും നമ്മുടെ എന്തിനകത്തുള്ളതെന്ന് പറയുന്നത്? കഥകളിയിൽ ഉള്ളത്, ഇല്ലേ? ഈ കഥകളി എന്ന് പറയുന്നത് ഏകദേശം 17-ാം നൂറ്റാണ്ടിലോ 18-ാം നൂറ്റാണ്ടിലോ ഒക്കെ ആയിട്ടുണ്ടായ ഒരു എന്താണ്? കലാരൂപമാണ്. ഒരു കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത്. കഥകളി നേരിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇതിന്റെ ഐതിഹ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കോഴിക്കോട് മാനവേദൻ രാജാവില്ലേ, കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു 8 ദിവസത്തെ കഥയായിട്ട് കൃഷ്ണനാട്ടം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കൊട്ടാരക്കര തമ്പുരാൻ എന്തോ പറഞ്ഞ് കൃഷ്ണനാട്ടം കൊട്ടാരക്കര വന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കലാകാരന്മാരെ അയക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മുടെ കോഴിക്കോട്ട് രാജാവ് പറഞ്ഞില്ല, അങ്ങനെ തെക്കുള്ളവർക്ക് അങ്ങനെ കലകളൊന്നും ആസ്വദിക്കാനുള്ള കഴിവൊന്നും ഇല്ല, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ്. ഈ വാശിക്കാണ് നമ്മുടെ കൊട്ടാരക്കര തമ്പുരാൻ എന്തുണ്ടാക്കിയത്? നമ്മുടെ രാമനാട്ടം ഉണ്ടാക്കിയത്. പിന്നെ ഈ പറയുന്ന നമ്മുടെ അതേപോലെ കഴിഞ്ഞ 2-3 തവണയ്ക്ക് മുമ്പുള്ള കേറ്റഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ് എന്നത്. ഏതാ കഥകളിയുടെ സാഹിത്യ രൂപം എന്നറിയോ? ആട്ടക്കഥയാണ്. ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപം എന്ന് പറയുന്നത്. പിന്നെ കഥകളിയുടെ ചടങ്ങുകൾ അറിയാലോ ഏതൊക്കെയാണ് എന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞു കേളികൊട്ടുണ്ട്, അതുപോലെ അരങ്ങുകേളിയുണ്ട്, തോടയമുണ്ട്, വന്ദന ശ്ലോകമുണ്ട്, പുറപ്പാടുണ്ട്, മേളപ്പദമുണ്ട്. പിന്നെന്താ? ഇതെല്ലാം കൂടി ചേരുന്നതാണ്. ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് മേളപ്പദം വരെ കഴിഞ്ഞതിന് ശേഷമാണ് കഥകളിയുടെ കഥ ആരംഭിക്കത്തുള്ളൂ. ഓക്കെ ആണേ?
ഇത് ഇത്രയും ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. കഥകളിയായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. കഥകളി മാത്രമല്ല, അതേപോലെ തന്നെ നമ്മുടെ കൂത്ത്, കൂടിയാട്ടം, അതേപോലെ തുള്ളൽ, ഈ പറയുന്ന പ്രസ്ഥാനങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ വേണ്ടിയിട്ടുണ്ട്. കാര്യം കല എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലുള്ള ഒരു വിഭാഗം ആയതുകൊണ്ട് തന്നെ. ക്ലിയർ ആണോ ഈ 70 ക്വസ്റ്റ്യൻസും? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പം എങ്ങനെയൊക്കെ കേട്ടിട്ടിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നൊരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ വിപരീത പദങ്ങൾ, അതേപോലെ നാനാർത്ഥങ്ങൾ, വിഭക്തി, സന്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും സമയം കിട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും പഠിച്ചു വെക്കുക. അതേപോലെ സന്ധിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് വാക്ക് കിട്ടിയാലും ഒന്ന് സന്ധി തിരിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നോ എന്ന് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുക. പിന്നെ അഡീഷണൽ ആയിട്ട് എന്നും എന്നും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കുറച്ച് നോവലുകളോ കഥകളോ, അല്ലെങ്കിൽ അത് എഴുതിയ വ്യക്തികൾ ആരാണ്, അല്ലെങ്കിൽ അങ്ങനെ പുതിയ പുതിയ എഴുത്തുകാരെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുമ്പം അവരുടെ കൃതികൾ ഏതൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ഒന്ന് മറിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാര്യം നമ്മൾ ഈ സിലബസിനുള്ളിൽ ഒതുങ്ങി നിന്ന് നമ്മൾ പഠിക്കുന്നതിലും ഒരുപാട് അപ്പുറമാണ് മലയാള സാഹിത്യം എന്ന് പറയുന്നത്. എവിടെ നിന്ന് വേണമെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും സിലബസിന് ഒരുപാട് പുറത്തുനിന്ന് ചോദിക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ ശ്രദ്ധിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ മാർക്കും കൂടെ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ ഗൂഗിളിൽ സമഗ്ര എന്ന് അടിച്ചു കൊടുത്താൽ മതി. സമഗ്ര എന്ന് അടിച്ചു കൊടുത്തിട്ട് അതിനകത്ത് 1 തൊട്ട് 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് മലയാളത്തിന്റെ കേരള പാഠാവലിയുടെയും അടിസ്ഥാന പാഠാവലിയുടെയും ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം അതിനകത്ത് കൊടുത്തിട്ടുള്ള കൃതികൾ, കവിതകൾ ഏതൊക്കെയാ, നോവലുകൾ ഏതൊക്കെയാ, കഥകൾ ഏതൊക്കെയാ, പിന്നെ അത് എഴുതിയ വ്യക്തികളുടെ കൃതികൾ ഏതൊക്കെയാ തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കേട്ടിട്ടിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും. ഈ പറഞ്ഞ നിങ്ങൾക്ക് ചോദിച്ച ഇത്രയും ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഇതിൽ ടെക്സ്റ്റ് ബുക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയട്ടെ ജസ്റ്റ് ഒന്ന്. ഈ പറയുന്ന കഥകളി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. അതായത് നമ്മുടെ ഹൈസ്കൂൾ തലത്തിൽ കഥകളിയെ കുറിച്ചിട്ട് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഹൈസ്കൂൾ തലത്തിലല്ല, എനിക്ക് തോന്നുന്നൊരു 5ാം ക്ലാസ് തൊട്ട് തന്നെ, 5ാം ക്ലാസ്സിൽ കലാമണ്ഡലത്തെ കുറിച്ചിട്ടും അതേപോലെ തന്നെ കഥകളി സംഗീതത്തെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് കഥകളിയെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഈ ആദ്യത്തെ ഇതിനകത്ത് തന്ന വള്ളത്തോള്, പൂന്താനം, അക്കിത്തം, ഇവരുടെ 3 പേരുടെയും കൃതികൾ നമ്മുടെ മലയാള പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ട്. പാല നാരായണൻ നായരുടെ ഒരു വിവർത്തന കൃതി എന്തോ പഠിക്കാനുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ സന്ധി നമ്മുടെ 10th-ലും 9th-ലും സന്ധി തിരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ക്രിയ, നാമം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് പാഠപുസ്തകത്തിലുള്ളതല്ല. അത് നമുക്ക് വ്യാകരണത്തിൽ അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. പിന്നെ വീണപൂവ് എന്ന് പറയുന്ന കൃതി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആർച്ച് കോശിയുടെ പുല്ലേ, വീണപൂവ് കുമാരനാശാന്റേതല്ലേ മിസ്സേ? വീണപൂവ് കുമാരനാശാന്റെ ആ കൃതി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ പര്യായ പദങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനം നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഈ പറയുന്നത് പോലെ കോശി, മൃദു, താലവ്യം, കണ്ഠ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിക്കാനില്ല. വ്യാകരണപരമായിട്ട് ഇപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ 46ാമത്തെ ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്ന സൂര്യകാന്തി, കരുണ, ഇന്ന് ഞാൻ നാളെ നീ ഇല്ല, സൂര്യകാന്തി, കരുണ, കണ്ണുനീർത്തുള്ളി, ഈ 3 കൃതികളും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാ കുട്ടികൾക്ക്. കുറത്തി എന്ന് പറയുന്ന കൃതി ഹയർ സെക്കൻഡറി തലത്തില്
കിരാതവൃത്തം പഠിക്കുന്ന സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്ന കൃതിയാണ്. പേരച്ചം വിനേച്ചം അത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതല്ല. വിഭക്തി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. തദ്ധിതം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇല്ല. നമുക്കത് അതായത് മലയാള വ്യാകരണത്തിന്റെ വിഭാഗത്തിൽ വരുന്നതാണ്. സാറ ജോസഫിന്റെ കൃതികളെ കുറിച്ചിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ONV കുറുപ്പിന്റെ കൃതികൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ കഥകളിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു 30% എങ്കിലും ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ട് കൂടെ ഒന്ന് ശ്രമിക്കുക. ഓക്കെ ആണേ? ഈ 2 ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഈ PPT അയച്ചു തരുന്ന സമയത്ത് ക്വസ്റ്റിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുന്നുണ്ടെങ്കിലോ എന്ത് ചെയ്താൽ മതി? എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ സാർ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാമോ? കേൾക്കാമോ? ഓക്കെ, നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം.